ഓണം ഉത്സവ സീസണിന് മുന്നോടിയായി സംസ്ഥാന ഗവൺമെൻറ് നിരവധി വിപണി ഇടപെടൽ പദ്ധതികളൊക്കെ നടപ്പാക്കുന്നുണ്ട്. അതായത് വിദൂര സ്ഥലങ്ങളിലേക്ക് പോലും ഭക്ഷ്യവസ്തുക്കൾ, അവശ്യ വസ്തുക്കളൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ മാർക്കറ്റുകൾ തയ്യാറാക്കി അങ്ങോട്ടേക്ക് അയക്കുമെന്ന് ഭക്ഷ്യമന്ത്രി തന്നെ പറഞ്ഞു. പക്ഷേ അമേരിക്കയിലെ കാര്യമോ? അമേരിക്കൻ മലയാളികൾക്കും ഓണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്നാൽ ട്രംപിൻ്റെ നിലപാടുകൾ കൊണ്ട് ഇത്തവണ അമേരിക്കയിൽ ഓണം നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. അതെങ്ങനെ ശരിയാകുമെന്നല്ലേ? അതായത് ഇപ്പോൾ നമുക്ക് മേൽ 25% ടാക്സ് അധികമായിട്ട് അമേരിക്ക ഏർപ്പെടുത്തി. അങ്ങനെ ടാക്സ് ഏർപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് കണ്ടെയ്നറിൽ അവിടേക്ക് എത്തുന്ന സാധനങ്ങളുടെ ഇറക്കുമതി ചിലവും അതിനനുസരിച്ച് വർദ്ധിച്ചിരിക്കുന്നു. സാധാരണഗതിയിൽ ഇവിടെ നിന്നൊരു കണ്ടെയ്നർ അവിടേക്ക് ചെന്നാൽ $50,000 ഇറക്കുമതി ചിലവെങ്കിൽ ഇപ്പോൾ 25% ടാക്സ് കൂടി ഏർപ്പെടുത്തിയതോടെ അത് $62,000 മുകളിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടും. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടെയ്നറിൽ എത്തിക്കുന്ന വിഭവങ്ങളുടെ 60% ഉപഭോക്താക്കളും മലയാളികൾ ഉൾപ്പെടെയുള്ളവരാണ്. പ്രത്യേകിച്ച് ഈ ദക്ഷിണ മേഖലയിലുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് 25% തീരുവ വർധനവ് അവിടുത്തെ ജനങ്ങളെ, പ്രത്യേകിച്ച് മലയാളികളെ വലിയ തോതിൽ ബാധിക്കും. ഇപ്പം നമുക്കറിയാം, ഈ ഓണസദ്യ ഒരുക്കാൻ വേണ്ട വിഭവങ്ങളെല്ലാം ശീതീകരിച്ച നിലയിൽ കണ്ടെയ്നറിൽ കയറ്റി അമേരിക്കയിലേക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കണ്ടെയ്നർ ഇപ്പോഴും അമേരിക്കയിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസങ്ങളിലേക്ക് അത് എത്തുമ്പോൾ അവിടെ 25% ടാക്സ് കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ വില കൊടുത്ത് സാധനങ്ങൾ വാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ താരതമ്യേന മെക്സിക്കോ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ മലയാളികൾ ഉൾപ്പെടെ നിർബന്ധിതരാകും. അതായത് പതിവ് സാഹചര്യങ്ങൾ ഒക്കെ ഒഴിവാക്കാൻ മലയാളികൾ നിർബന്ധിതരായേക്കും. നമുക്കറിയാം, ഒരു മാസം 15 കണ്ടെയ്നറാണ് ശീതീകരിച്ച ഭക്ഷ്യവിഭവങ്ങൾ നമ്മൾ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നത്. അരിയാണെങ്കിൽ ഏതാണ്ട് 50 കണ്ടെയ്നർ കയറ്റി അയക്കും. ഇനി ഈ പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഏതാണ്ട് 20 കണ്ടെയ്നർ, റെഡി ടു ഈറ്റ് വിഭവങ്ങൾ 20 കണ്ടെയ്നർ. അങ്ങനെ എത്തുന്ന വിഭവങ്ങൾ മുഴുവൻ വാങ്ങുന്നത് 60%-ലധികം മലയാളികളാണ്. ഇങ്ങനെ കയറ്റിക്കൊണ്ടു പോകുന്ന പ്രോഡക്റ്റുകളിൽ 75% ഉൽപ്പന്നങ്ങൾക്കും ഏതാണ്ട് ടാക്സ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതായത് 25% ടാക്സ് വർദ്ധിപ്പിച്ചതോടെ ഈ കൂടുതലാകുന്ന പണം മുഴുവൻ അവിടുത്തെ ഉപഭോക്താക്കളായ മലയാളികൾ നൽകേണ്ടി വരും. അപ്പോൾ പതുക്കെ വേണമെങ്കിൽ ഓണസദ്യ ഒന്ന് മാറ്റി നിർത്താമെന്ന് അവർ ചിന്തിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല. ഇനി മറ്റൊന്ന് മത്സ്യസമ്പത്താം. നമ്മൾ ഇവിടെ നിന്ന് ഏതാണ്ട് 34,000 കോടി രൂപയുടെ മത്സ്യസമ്പത്ത് കയറ്റുമതി ചെയ്തു. അതിൽ തന്നെ 90% ചെമ്മീനാണ്. ഈ ചെമ്മീൻ ഏറ്റവും അധികം പോകുന്നത് കേരളത്തിൽ നിന്നാണ്. അതായത് ചെമ്മീൻ്റെ പീലിംഗ് ഷെഡുകൾ, അത് സംസ്കരിക്കുന്ന ഫാക്ടറികളൊക്കെ ഉള്ളത് ധാരാളമായിട്ട് കേരളത്തിലാണ്. നമുക്കറിയാം, നേരത്തെ ഒരു 5 വർഷമായിട്ട് അമേരിക്ക ഈ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ നമുക്കെതിരെ ചില നിബന്ധനകൾ, ചില നിയന്ത്രണങ്ങളൊക്കെ വരുത്തിയിരിക്കുന്നു. കാരണം കടലാമകളെ നമ്മൾ കൂട്ടത്തോടെ കൊന്നിട്ടാണ് ഇത്തരത്തിലുള്ള ചെമ്മീനെ പിടിക്കുന്നത്. അതുകൊണ്ട് കടലാമകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങളിൽ ഒരു നിയന്ത്രണം വരുത്തുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ വരുത്തിയതിൻ്റെ ഫലമായിട്ട് ഈ ചെമ്മീന് നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്ന വില ഇപ്പോൾ അവർ നൽകുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ $1,700 കോടി ആയിരുന്നു ഈ മത്സ്യോൽപ്പന്ന കയറ്റുമതിയിലൂടെ ഇന്ത്യക്ക് കിട്ടിയിരുന്നത്. എന്നാൽ ഈ ചെമ്മീന് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടുകൂടി നമ്മുടെ കേരളത്തിലെ ഒട്ടനവധി ഫാക്ടറികൾ പൂട്ടിപ്പോയി. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലെ അരൂർ മേഖലയിലുള്ള ഈ മത്സ്യ സംസ്കരണ ഫാക്ടറികൾ അടച്ചുപൂട്ടുകയല്ലാതെ അവർക്ക് വേറെ നിവൃത്തിയില്ലാതെ വന്നു. അപ്പോൾ മത്സ്യ സംസ്കരണ യൂണിറ്റുകൾ ഏറ്റവും അധികം പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ്. അപ്പോൾ ഇന്ത്യയിലെ മത്സ്യകൃഷിയെ അടിസ്ഥാനമാക്കിയുള്ള ചെമ്മീൻ ഉൽപ്പാദനം ഇതുവരെ അമേരിക്കൻ വിപണിയെ ലക്ഷ്യമാക്കിയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അതായത് 10% ടാക്സ് മാത്രം ഈടാക്കി എത്തുന്ന മത്സ്യങ്ങളുടെ, അല്ലെങ്കിൽ ആ രാജ്യങ്ങൾ കൊണ്ടുവരുന്ന മത്സ്യങ്ങളുടെ വിപണിയുമായിട്ട് നമുക്ക് മത്സരിക്കേണ്ടി വരും. അപ്പോൾ പിടിച്ചു നിൽക്കാൻ കുറച്ച് പ്രയാസം വരും. എന്തായാലും കേരളത്തിലെ ഫാക്ടറി ജീവനക്കാരെയും പ്രാദേശിക ചെമ്മീൻ പീലിംഗ് തൊഴിലാളികളെയും ഒക്കെ വലിയ തോതിൽ ബാധിക്കുന്നതാണ് ഈ പറയുന്ന അമേരിക്കയിലെ ട്രംപിൻ്റെ ടാക്സ് വർദ്ധിപ്പിക്കൽ. ഇനി മറ്റൊന്ന് നമ്മുടെ കശുവണ്ടി കയറ്റുമതിയാണ്. അപ്പോൾ കശുവണ്ടി കയറ്റുമതിയിൽ നമുക്ക് വലിയ പ്രശ്നമില്ല. കാരണം മറ്റ് രാജ്യം, ഇപ്പോൾ ചൈനയൊക്കെ 51% ടാക്സാണ് ചൈനയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചെരുപ്പ്, പിന്നെ വസ്ത്രങ്ങൾ, ഇവയുടെ കാര്യത്തിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ചില വിട്ടുവീഴ്ചകൾ നമുക്ക് ലഭിക്കും. ഇപ്പം വസ്ത്രം അറിയാലോ, നമുക്ക് ഏതാണ്ട് 1,700 കോടി രൂപയുടെ വസ്ത്രങ്ങൾ നമ്മൾ അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യും. എന്ന് പറഞ്ഞാൽ 1,70,000 കോടി രൂപയുടെ വസ്ത്ര കയറ്റുമതിയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നിലനിൽക്കുന്നത്. ഇതിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ ഡിമാൻഡ് വരും, വില കൂടിയാലും. കാരണം ചൈനയ്ക്ക് 51% ടാക്സ് വസ്ത്രങ്ങൾക്ക് വില ഏർപ്പെടുത്തി. അതുകൊണ്ട് ചൈനീസ് പ്രൊഡക്റ്റുകൾക്ക് വീണ്ടും വില കൂടും. പക്ഷേ അവർ ചെയ്യാൻ പോകുന്നത്
പറയുന്നത് വിപണിയിൽ ഇന്ത്യയെ തോൽപ്പിക്കാനായിട്ട് വസ്ത്രങ്ങളുടെ വില കുറയ്ക്കാം, ഇത് നമുക്ക് വലിയ അടിയാകും. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങൾ, മത്സ്യ കയറ്റുമതി ഇതൊക്കെ വലിയ തിരിച്ചടി നേരിടും. ഇപ്പോൾ സുഗന്ധദ്രവ്യങ്ങളുടെ കാര്യത്തിൽ അറിയാം, കേരളത്തിലെ സുഗന്ധദ്രവ്യങ്ങൾക്ക് അമേരിക്കയിൽ വലിയ മാർക്കറ്റാണുള്ളത്. എന്നാൽ ഈ സുഗന്ധദ്രവ്യങ്ങളിൽ ചിലതിൽ ക്യാൻസറിന് കാരണമായ ചില രാസവസ്തുക്കൾ കലർന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ജോ ബൈഡൻ ഭരിക്കുന്ന സമയത്ത് നമുക്ക് മേൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. എന്നാൽ ട്രംപ് വന്നപ്പോൾ അതൊക്കെ അതിജീവിച്ചു. അവിടുത്തെ ഈ മർച്ചൻസ് അസോസിയേഷനൊക്കെ ചർച്ച ചെയ്തിട്ട് അങ്ങനെ ഒരു രാസവസ്തുക്കളൊന്നും ഇല്ല എന്നൊക്കെ കണ്ടെത്തി. പക്ഷേ ഇപ്പോൾ ട്രംപ് വീണ്ടും ടാക്സ് വർദ്ധിപ്പിച്ചപ്പോൾ ഈ സുഗന്ധദ്രവ്യങ്ങളുടെ കാര്യത്തിൽ നമുക്ക് കുറച്ച് വില കൂടി. കാരണം സാധനം അവർക്ക് വേണം, പക്ഷേ കൂടുതൽ വില നൽകി വാങ്ങേണ്ടി വരുമെന്നുള്ളതാണ് അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നം. മാത്രമല്ല, ഈ നികുതിയില്ലാത്ത രാജ്യങ്ങൾ, കുറേ രാജ്യങ്ങൾക്ക് അമേരിക്ക ഈ നികുതി ഇളവ് നൽകിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള വസ്ത്രങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, മത്സ്യങ്ങൾ ഇതൊക്കെ തന്നെ അവർ ഇറക്കുമതി ചെയ്താൽ അല്ലെങ്കിൽ അവർ കൂടുതലായിട്ട് വാങ്ങിച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റുകൾ കെട്ടിക്കിടക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓണത്തിനുള്ള ശീതീകരിച്ച സദ്യ വിഭവങ്ങൾ ഇത് അവിടെ ചെല്ലുമ്പോൾ ആവശ്യത്തിന് മലയാളികൾ ഇത് വാങ്ങിയില്ലെങ്കിൽ ഇത് കേടായി പോവുകയുള്ളൂ, വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. കാരണം $50,000 ഇറക്കുമതി തീരുവയായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആ കണ്ടെയ്നർ ഇറക്കുന്നതിൻ്റെ ചിലവായിരുന്നെങ്കിൽ അത് 62,000 മുകളിലേക്ക് എത്തുമ്പോൾ ആനുപാതികമായി ഈ ഫുഡ് പാക്കറ്റുകളുടെയൊക്കെ വില കൂടും. മാത്രമല്ല, നമ്മുടെ ഈ നാട്ടിൽ നിന്നാണ് ഏത്തപ്പഴം, അതുപോലെ തന്നെ ഓണസദ്യ ഉണ്ണാനുള്ള വാഴയില, പച്ചക്കറികൾ ഇതെല്ലാം തന്നെ കയറ്റി അയക്കുന്നത്. ഇപ്പം കോഴിക്കോട് വഴി ഏതാണ്ട് 16 മണിക്കൂർ എടുത്താണ് ഇത് അമേരിക്കയിലേക്ക് വിമാനത്തിലെത്തിക്കുന്നത്. അങ്ങനെ എത്തിക്കുമ്പോഴും ഇതുപോലെ ടാക്സ് അതിനുമേൽ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് നമുക്കുണ്ടാകും. സാധാരണഗതിയിൽ അമേരിക്കയും നമ്മളും തമ്മിലുള്ള കരാർ അനുസരിച്ച് ഇവിടെ നിന്ന് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങളിൽ 75% ഉൽപ്പന്നങ്ങൾക്ക് മേൽ ടാക്സ് ഏർപ്പെടുത്തി. ഈ 75% ഉൽപ്പന്നങ്ങളിൽ വലിയൊരു പങ്കും പോകുന്നത് കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ട് അമേരിക്കയുടെ ടാക്സ് വർദ്ധിപ്പിച്ചത് ഇന്ത്യ അതിനെ അതിജീവിക്കുമെന്നൊക്കെ പറയുന്നു, ശരിയാണ്. പക്ഷേ ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിൻ്റെ കയറ്റുമതി അത് വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ ഭക്ഷ്യോൽപ്പന്നം ഉൾപ്പെടെയുള്ള കയറ്റുമതിക്കെല്ലാം തന്നെ 25% നികുതി ഏർപ്പെടുത്തിയത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾ, അമേരിക്കയിൽ വസിക്കുന്ന മലയാളികളായ ആൾക്കാർ ഈ പ്രോഡക്റ്റുകൾ വാങ്ങാൻ കൂടുതൽ പണം ചെലവഴിക്കണം. അപ്പോൾ വിലക്കയറ്റം മൂലം സ്വാഭാവികമായിട്ടും മെക്സിക്കോയിൽ നിന്നൊക്കെ വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടുന്നതിലേക്ക് മലയാളിയും തമിഴിനുമൊക്കെ തിരിഞ്ഞാൽ നമുക്ക് കുറ്റം പറയാനും പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ വലിയൊരു നഷ്ടം, ഏതാണ്ട് 250 കോടി രൂപയുടെ കയറ്റുമതിയാണ് നേരത്തെ നമ്മൾ നടത്തിയെങ്കിൽ അത്രയും വലിയ ഇടിവുണ്ടാകുന്നു. അത് കേരള സംസ്ഥാനത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. മാത്രമല്ല, ഇവിടുത്തെ ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങളെ പൂർണ്ണമായിട്ടും ബാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരൂരിലെ ചെമ്മീൻ സംസ്കരണ ഫാക്ടറികൾ അടച്ചതുപോലെ ഇവിടുത്തെ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രങ്ങളൊക്കെ അടച്ചുപൂട്ടുക എന്ന് പറയുന്നത് വലിയൊരു വിഭാഗത്തിന് തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നതിനും കാരണമാകും. ഇതിനെ അതിജീവിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തണം. ഇപ്പോൾ കശുവണ്ടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിയറ്റ്നാം, വെസ്റ്റ് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ടും കശുവണ്ടി അമേരിക്കയിലേക്ക് എത്തുന്നത്. നമ്മുടെ കശുവണ്ടിക്ക് അതൊരു വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ചെരുപ്പ് ഉൽപ്പന്നങ്ങൾ നമ്മൾ കൂടുതലായിട്ടും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കുമാണ് കയറ്റുമതി ചെയ്യുന്നത്. ഏതാണ്ട് 12ഓളം കമ്പനികളാണ് അവിടെയുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികൾക്കെല്ലാം തന്നെ ഇനി വലിയ ആഘാതമുണ്ടാകും. കാരണം ഇതിനെല്ലാം തന്നെ ഈ കണ്ടെയ്നറിലുള്ള ഇറക്കുമതിക്ക് ചിലവ് കൂടുകയാണ്. ആ 50,000 എന്നുള്ളത് $62,000 ആകുമ്പോൾ സ്വാഭാവികമായും സാമ്പത്തികമായി ചില ബുദ്ധിമുട്ടുകളുണ്ടാകും. ചുരുക്കം പറഞ്ഞാൽ ഇത്തവണത്തെ ഓണം അമേരിക്കൻ മലയാളിക്കും കുറയ്ക്ക് കഴിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.